അടുത്തിടെ ഇറാൻ പുറത്തുവിട്ട ഒരു AI വീഡിയോ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകരെ ഞെട്ടിച്ചു. ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെലവീവിൽ ആണവായുധം പ്രയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്നതായിരുന്നു ആ വീഡിയോയുടെ ഉള്ളടക്കം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ വീഡിയോ ഇറാൻ ഔദ്യോഗികമായി പിൻവലിച്ചെങ്കിലും അത് സൃഷ്ടിച്ച രാഷ്ട്രീയ പ്രകമ്പനങ്ങൾ ചെറുതായിരുന്നില്ല. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിനെതിരെ ഇത്തരമൊരു സൈബർ ഭീഷണി മുഴക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും വെല്ലുവിളിക്കുന്ന ഒന്നായിരുന്നു. ഈ വീഡിയോയുടെ അലയൊലികൾ അടങ്ങുന്നതിനു മുൻപേ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഉറക്കം കെടുത്തുന്ന അടുത്ത പ്രസ്താവനയുമായി ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി നേരിട്ട് രംഗത്തെത്തി. ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവും രാഷ്ട്രത്തലവനുമായ ഖമേനിയുടെ വാക്കുകൾക്ക് ഇറാൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനയും ഇറാന്റെ വിദേശ നയത്തിന്റെ കൃത്യമായ സൂചനയാണ് നൽകുന്നത്. അതിനാൽ ഈ വീഡിയോയേക്കാൾ പ്രാധാന്യത്തോടെയാണ് ലോകം അദ്ദേഹത്തിന്റെ വാക്കുകളെ ശ്രദ്ധിച്ചത്. ബുധനാഴ്ച ടെഹ്റാനിൽ നടന്ന നീതിന്യായ ഉദ്യോഗസ്ഥരുമായുള്ള ഒരു ഉന്നതതല യോഗത്തിലായിരുന്നു ഖമേനിയുടെ സുപ്രധാന പ്രസ്താവനകൾ. ഇസ്രയേലിനെതിരെ അദ്ദേഹം നടത്തിയ ഏറ്റവും ശക്തമായ വിശേഷണം ഇസ്രയേൽ അമേരിക്കയുടെ കയർ കെട്ടിയ നായ അഥവാ ചങ്ങലക്കെട്ട നായ ആണെന്നായിരുന്നു. ഈ വിശേഷണം കേവലം ഒരു പരിഹാസം എന്നതിലുപരി ഗൗരവമേറിയ രാഷ്ട്രീയ സൂചനയാണ് നൽകുന്നത്. അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇറാനെ നേരിടാൻ ഇസ്രയേലിന് തനിച്ച് കഴിയില്ലെന്ന് ഈ പ്രസ്താവന അടിവരയിടുന്നുണ്ട്. ദശാബ്ദങ്ങളായി തുടരുന്ന ഇസ്രയേൽ അമേരിക്കൻ സൗഹൃദം ലോകമെമ്പാടും അറിയപ്പെടുന്നതാണ്. സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയപരമായും അമേരിക്ക ഇസ്രയേലിന് നൽകുന്ന പിന്തുണ അതുല്യമാണ്. അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് ഇസ്രയേൽ മിക്കപ്പോഴും ഗാസയിലും പലസ്തീനിലും ഇറാനുമായും സൈനിക നീക്കങ്ങൾ നടത്തുന്നത്. ഈ ആശ്രിതത്വം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഖമേനി ഇസ്രയേലിനെ അമേരിക്കയുടെ കയർ കെട്ടിയ നായ എന്ന് പരിഹസിച്ചത്. കഴിഞ്ഞ 12 ദിവസങ്ങളായി നടന്ന സൈനിക ഏറ്റുമുട്ടൽ ഇറാനെ ഒറ്റയ്ക്ക് നേരിടാൻ ഇസ്രയേലിന് പ്രാപ്തിയില്ലെന്ന് തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഈ പരാജയ ഭീതി കാരണമാണ് അവർ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിക്കാൻ നിർബന്ധിതരായതെന്നും ഖമേനി കൂട്ടിച്ചേർത്തു. ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനും ദുർബലപ്പെടുത്താനുമുള്ള ഇറാന്റെ ശ്രമങ്ങളുടെ ഭാഗമായി ഈ പ്രസ്താവനകളെ വിലയിരുത്താം. ഇറാൻ ഇസ്രയേൽ സംഘർഷം ഒരു പുതിയ തലത്തിലേക്ക് കടന്നതിന്റെ സൂചനയാണ് ഖമേനിയുടെ വാക്കുകൾ നൽകുന്നത്. ഏത് പുതിയ സൈനിക ആക്രമണത്തിനും മറുപടി നൽകാൻ ഇറാൻ തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മുൻപ് നൽകിയതിനേക്കാൾ വലിയ പ്രഹരം എതിരാളികൾക്ക് നൽകാൻ തങ്ങൾക്ക് കഴിയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് കേവലം ഒരു ഭീഷണി എന്നതിലുപരി ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളിലെ മാറ്റം വ്യക്തമാക്കുന്നതാണ്. പതിറ്റാണ്ടുകളായി ഇസ്രയേലിനെ ഒരു അപകടകാരിയായ ശക്തിയായി കണക്കാക്കുമ്പോൾ തന്നെ ഇറാൻ നേരിട്ടുള്ള യുദ്ധങ്ങളിൽ നിന്നും അകലം പാലിച്ചിരുന്നു. എന്നാൽ ഖമേനിയുടെ ഈ പ്രസ്താവന ആ മനോഭാവത്തിൽ ഒരു മാറ്റം വന്നുവെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഏറ്റുമുട്ടലുകൾ ഇറാന്റെ സൈനികവും തന്ത്രപരവുമായ ശക്തി മാത്രമല്ല, ഇറാനിയൻ ജനതയുടെ പ്രതിരോധ ശേഷി, അവബോധം, ദേശീയ ഐക്യം എന്നിവയും വെളിപ്പെടുത്തിയതായി ഖമേനി ചൂണ്ടിക്കാട്ടി. ഒരു ഭരണകൂടം ജനങ്ങളുടെ പിന്തുണയോടെയാണ് നിലകൊള്ളുന്നത്. അതിനാൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ ജനങ്ങൾ നേടിയ ധൈര്യവും ആത്മവിശ്വാസവുമാണ് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അമേരിക്കയെയും അമേരിക്കയുടെ ചങ്ങലക്കിട്ട നായയായ സയനിസ്റ്റ് ഭരണകൂടത്തെയും പോലുള്ള ഒരു ശക്തിയെ നേരിടാനുള്ള സന്നദ്ധത വളരെ വിലപ്പെട്ടതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാക്കുകളിലൂടെ ആഭ്യന്തര പിന്തുണ ഉറപ്പുവരുത്താനും ജനങ്ങളെ ഒരുമിപ്പിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഇറാന്റെ ആധുനിക ചരിത്രത്തിലെ സുപ്രധാനമായ മാറ്റത്തെക്കുറിച്ചും ഖമേനി വാചാലനായി. മുൻ പഹ്ലവി രാജഭരണത്തിൽ കീഴിൽ അമേരിക്കയുടെ ആശ്രിത രാഷ്ട്രമായിരുന്ന ഇറാൻ ഇന്നൊരു ഉറച്ചതും സ്വതന്ത്രവുമായ രാജ്യമായി മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഷാ ഭരണകൂടത്തിന്റെ കാലത്ത് ഇറാൻ അമേരിക്കൻ താൽപര്യങ്ങൾക്കനുസരിച്ച് നയം രൂപീകരിച്ചിരുന്നു. 1979 ഇസ്ലാമിക വിപ്ലവം ആ ചരിത്രത്തെ തിരുത്തി. അയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിൽ നടന്ന ആ വിപ്ലവം ഇറാനെ അമേരിക്കയുടെ പരിധിയിൽ നിന്നും സ്വതന്ത്രമാക്കി. ആ മാറ്റത്തിന്റെ ചുവട് പിടിച്ചാണ് ഖമേനിയുടെ ഈ പ്രസ്താവനകൾ. ഇന്ന് ഇറാൻ അമേരിക്കയെ ഭയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, തിരിച്ചും അമേരിക്കയിൽ ഭയം ജനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നയതന്ത്രപരമോ സൈനികമോ ആയ ഒരു മേഖലയിലും ഇറാൻ ഒരിക്കലും ദുർബലപക്ഷമായി പ്രവേശിക്കില്ലെന്ന് അയത്തുള്ള ഖമേനി ഊന്നി പറഞ്ഞു. നയതന്ത്രപരമായി ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്ന് തെറ്റായി വിശ്വസിക്കുന്ന പാശ്ചാത്യ നേതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. യുക്തി, സൈനിക ശക്തി തുടങ്ങിയ എല്ലാ ആവശ്യമായ ഉപകരണങ്ങളും ഇറാന്റെ പക്കലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനാൽ നയതന്ത്ര മേഖലയിലായാലും യുദ്ധക്കളത്തിലായാലും ഇറാൻ പൂർണ്ണ സജ്ജരായി നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ആണവ സൈനിക സൗകര്യങ്ങൾക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ ഈ പ്രസ്താവനയ്ക്ക് തൊട്ടു മുമ്പ് പുറത്തു വന്നിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനും അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പകരത്തിന് പകരമുള്ള ഈ ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ ഖമേനിയുടെ പ്രസ്താവനകൾക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇസ്രയേലും അമേരിക്കയുമായുള്ള ഏത് തരം ഏറ്റുമുട്ടലിനും ഇറാൻ സജ്ജമാണ് എന്ന വ്യക്തമായ സൂചനയാണ്
അദ്ദേഹം നൽകുന്നത്. ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾക്ക് ഇറാൻ പാർലമെന്റ് പുതിയ നിബന്ധനകൾ വെച്ചതായി ഇറാനിയൻ സ്റ്റുഡൻസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മുൻ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കില്ലെന്ന് ഇറാൻ പാർലമെന്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇത് ആണവ ചർച്ചകളിലെ ഇറാന്റെ കർക്കശമായ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഖമേനിയുടെ ഈ പ്രസ്താവനകൾ വെറും വാക്കുകളല്ല, മറിച്ച് ഇറാന്റെ ഭാവിയുടെ ഒരു രാഷ്ട്രീയ രേഖ കൂടിയാണ്. ലോകശക്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയെ കൂട്ടുപിടിച്ചാലും ഒറ്റക്കെട്ടായി ഇറാൻ അതിനെ പ്രതിരോധിക്കുമെന്നും സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരുമെന്നും ഇരു രാജ്യങ്ങൾക്കും ഖമേനി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ വാക്കുകൾ ഇറാൻ ഇസ്രയേൽ അമേരിക്കൻ സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്നതിൽ സംശയമില്ല. ഈ മേഖലയിലെ രാഷ്ട്രീയ സ്ഥിതിവിശേഷം കൂടുതൽ സംഘർഷഭരിതമാകാനുള്ള സാധ്യതയും ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട്.